ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിഡീസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഹിന്ദി പഠനം വളരെ രസകരമാക്കാനായിട്ട് ഹിന്ദി എക്സാമിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ A+ കിട്ടാനൊക്കെയുള്ള കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ നല്ലതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ടീച്ചർ പറയുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക, അതിൻ്റെ ഓരോ വാക്കിൻ്റെ പോലെ അർത്ഥം എഴുതിയിരിക്കുക നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എക്സാമിന് സമയത്ത് നമ്മൾ ചാപ്റ്റർ വായിക്കുമ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചാപ്റ്റർ നല്ലപോലെ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലാണെങ്കിൽ ഞാൻ സാസ് ഹിന്ദി ലേണിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ ക്ലാസ്സുകൾ കാണണം. അവർ കുറച്ചുകൂടി വേഗത്തിൽ ചാപ്റ്ററൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയിട്ടൊക്കെ അങ്ങനെ കേട്ട് വേഗം ചാപ്റ്റർ മനസ്സിലാക്കി എടുക്കുന്നത് ചെയ്യാം ക്ലാസ്സൊക്കെ മിസ്സാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ചാപ്റ്റർ മനസ്സിലാക്കാം. പിന്നെ ഒരു തവണ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മീനിങ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും വേർഡ്സിന് മേലെ. പിന്നെ നമ്മൾ ഒരു തവണ എന്ത് ചെയ്യണം, ചാപ്റ്റർ വായിക്കണം, റീഡ് ഇറ്റ്. അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഒരു തവണ അല്ലെങ്കിൽ 2 തവണയെങ്കിലും എക്സാമിൻ്റെ തലേദിവസം അതിന് മുമ്പത്തെ ദിവസം നമ്മൾ എന്തായിട്ടും ചാപ്റ്റർ വായിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ വായിക്കുമ്പോൾ ഒപ്പം മീനിങ്സ് നമ്മൾ പഠിക്കണം. സെപ്പറേറ്റ് ആയിട്ട് മീനിങ്സ് പഠിക്കാൻ നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറേ സമയം വേസ്റ്റ് ആവും. അതേസമയം നമ്മൾ ചാപ്റ്റർ ഓരോ സെൻറ്റൻസും വായിക്കുന്നുണ്ടാകും, അതിൽ ടഫായിട്ടുള്ള മീനിങ്ങും ഒപ്പം പഠിച്ചു പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു എക്സാമ്പിളിലൂടെ ആ മീനിങ് പഠിക്കാൻ പറ്റും. കാരണം ആ സെൻറ്റൻസിൽ ആ മീനിങ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സെൻറ്റൻസും നമ്മൾ ഓർത്തിരിക്കും. നമുക്ക് അവിടെ നിന്നൊക്കെ ചിലപ്പോൾ എക്സാമിൽ ആ പാരഗ്രാഫിൽ നിന്നിട്ട് വല്ല ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് എഴുതാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് മീനിങ്സ് ഒപ്പം തന്നെ പഠിക്കുക. ടഫായിട്ടുള്ള വേർഡ് മീനിങ്സ് എന്തായാലും പഠിക്കുക. ഇപ്പം ഞങ്ങൾക്കൊക്കെ മിഡ് എക്സാമിനൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് പോലത്തെ എക്സാമിനുണ്ട്, അതിന് മുമ്പത്തെ എക്സാമിനൊക്കെ ആണെങ്കിൽ വേർഡ് മീനിങ്സ് ചോദിക്കും. അപ്പോഴൊക്കെ മിക്കപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഈ വർഷം പഠിക്കുന്ന നമ്മൾ മുമ്പ് കണ്ടിട്ട് ഫെമിലിയർ അല്ലാത്ത മീനിങ്സ് ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുക. പിന്നെ ഹിന്ദി എക്സാമിന് മീനിങ്സ് പഠിക്കുമ്പോൾ ഗ്ലോസറി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ആ യൂണിറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ അതിൽ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ മീനിങ്സ് ബാക്കിലുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ കൂടുതലും ആ പാരഗ്രാഫിൽ ഈ മീനിങ് വരുന്ന വാക്കുകൾ എഴുതാനോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അങ്ങനത്തെ മീനിങ് ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് ഗ്ലോസറി നല്ലപോലെ വായിക്കുക, മീനിങ്സും പഠിക്കുക. ഇങ്ങനെ മീനിങ് പഠിക്കുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ എസ്സേകളോ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ ഒന്നും കാണാതെ പഠിക്കേണ്ടി വരില്ല. കാരണം നമുക്കൊക്കെ ഉണ്ടാക്കി ഇടാൻ പറ്റും. നമുക്ക് വേർഡ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അതോടൊപ്പം നമുക്ക് ലാംഗ്വേജും നമ്മുടെ വൊക്കാബുലറിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എസ്സേസൊക്കെ പഠിച്ച് സമയം കളയുന്നത് നല്ല ലാഭിക്കാൻ പറ്റും. നാലാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റ് എന്താ പറയുക എസ്സേകളും അതൊക്കെ നമ്മൾ വായിച്ചു നോക്കും. ഇപ്പോൾ ആസ്വാദൻ ടിപ്പണി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ പറയുക ലേഖനങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, വായിച്ചു നോക്കണം. എന്നാൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് കാണാതെ പഠിക്കണമെന്ന് പറയില്ല, ഞാനങ്ങനെ ചെയ്യാറില്ല. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ പറഞ്ഞാൽ മീനിങ്സ് പഠിക്കുന്നത് അവിടെ യൂസ്ഫുൾ ആവുന്നത്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരിക്കലും നമുക്ക് എക്സാമിൻ്റെ സമയത്ത് എഴുതാൻ പറ്റില്ല. ഒന്നാമത് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഹിന്ദി ആയതുകൊണ്ട് നമ്മളങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന ഭാഷയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇംഗ്ലീഷും മലയാളം പോലെ നമ്മൾ അത്ര നല്ലതായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തൊരിക്കലും കാണാതെ പഠിക്കരുത്. നമ്മൾ ചാപ്റ്ററിൽ മീനിങ് പഠിക്കണമെന്ന് പറയുള്ളൂ. മിക്കപ്പോഴും ആ വേർഡ്സൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ എസ്സേകളിലൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എസ്സേയും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നല്ലപോലെ വായിച്ചു നോക്കുക. അതിലെന്താണ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ എസ്സേകൾ വായിക്കുമ്പോൾ ഗൂഗിൾ ലെൻസ് എടുക്കും, ഫോട്ടോ എടുക്കും, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേർഡിന് മേലെ ആ മീനിങ് നോട്ടിൽ തന്നെ അതിന് മീനിങ് എഴുതി വയ്ക്കും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളത് വായിക്കുമ്പോൾ ആ മീനിങ് കൂടി നോക്കുന്നത് കാരണം ഒപ്പം നോക്കി പോകുന്ന കാരണം 2 തവണ വായിക്കുമ്പോഴേക്കും നമുക്ക് എന്താക്കാൻ പറ്റും, അത് അങ്ങോട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സും ലേഖനങ്ങളും ആസ്വാദൻ ടിപ്പണി അപ്രിസിയേഷൻ പോയത്തിൻ്റെ അപ്രിസിയേഷനൊക്കെ ഉണ്ടാവുമല്ലോ ഹിന്ദിയിൽ, അതൊക്കെ നമ്മൾ വായിച്ചു നോക്കാം. പിന്നെ 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഇപ്പോൾ ലേബറിൻ്റെ ഉണ്ടാവുമല്ലോ, ഇനി അതും അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. 6ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെറ്റർ, ഡയറി, ന്യൂസ് പേപ്പർ അതിൻ്റെയൊക്കെ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. പിന്നെ മിക്കപ്പോഴും ഇപ്പോൾ ലെറ്ററിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫോർമാറ്റ് നമ്മൾ എന്തായാലും പഠിക്കുന്നത്, നമ്മൾ അഡ്രസ്സ് എവിടെ എഴുതണം, പിന്നെ ഹസ്താക്ഷര ഒപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എവിടെ എഴുതണം, അങ്ങനത്തെ കാര്യങ്ങൾ 10 അഡ്രസ്സ് അതൊക്കെ എങ്ങനെ എഴുതണം എന്നൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ എന്ത് നോക്കണം, മിക്കപ്പോഴും ലെറ്ററിൻ്റെയൊക്കെ ഫസ്റ്റ് പാരഗ്രാഫിൽ 2-3 ലൈൻസ് എഴുതുള്ളൂ. നമ്മൾ സുഖമല്ലേ, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ നമ്മൾ മിക്കപ്പോഴും എല്ലാ ലെറ്ററിലും എഴുതാൻ പറ്റുന്നതായിരിക്കും. അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. പിന്നെ എൻഡിങ്ങിലും മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതും നമ്മൾ പഠിച്ചു വയ്ക്കാം. ലെറ്റർ ഇപ്പോൾ ഡയറി ആണെങ്കിൽ ഡയറിക്കും ഉണ്ടാകും അങ്ങനെ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതാനും പിന്നെ എൻഡിങ്ങിനും ആ കാര്യങ്ങളൊന്നും അതൊന്നും നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി വയ്ക്കുക. കാരണം നമുക്ക് എല്ലാ ലെറ്ററിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ വേറെ ഒന്നും എഴുതാൻ കിട്ടില്ലെങ്കിലും അത് വെച്ചിട്ടെങ്കിലും എഴുതാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമർ പഠിക്കുക എന്നുള്ളത്. അതായത് എങ്ങനത്തെ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ ബാക്കിൽ എന്താ പറയുക, ഇങ്ങനെ മേം വരുമ്പോൾ ഹൂം വരണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള ഹിന്ദിയുടെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോ ചാപ്റ്റർ വരുമ്പോൾ, അതൊക്കെ നമ്മൾ പഠിക്കുക. കാരണം എക്സാമിന് നമുക്കത് ചോദിക്കും. പിന്നെ ഒപ്പം സർവനാം വിഭക്തി, അതായത് വഹ് പ്ലസ് കോ, ഉസ്കോ, വേ പ്ലസ് കോ, ഉൻകോ, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ സർവനാം വിഭക്തികളുടെ ടേബിളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളോട് പഠിക്കാൻ പറയാറുണ്ട്. നമുക്ക് സ്റ്റേറ്റ് സിലബസുകാരെ സംബന്ധിച്ചുകൊണ്ട് എക്സാമിന് വരും. അപ്പോൾ അതെന്തെങ്കിലും പഠിക്കുക. ഇത് നമുക്ക്
നമ്മളിപ്പം ലെറ്ററോ ഡയറി ഒന്നും കാണാതെ പഠിച്ചിട്ടില്ല, നമുക്ക് അതിൻ്റെ എന്ത് എഴുതണമെന്ന് ഒരു പിടിയില്ല എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ എക്സാമിന് ഇരിക്കുകയാണെങ്കിൽ മിക്കപ്പോഴും നമുക്കൊരു പാരഗ്രാഫ് ഉണ്ടാവില്ല, ഓരോ ആക്ടിവിറ്റിക്കും ഒരു പാരഗ്രാഫ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മളോട് ലെറ്ററോ ഡയറിയോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ എഴുതാൻ പറയാം. അപ്പോൾ ഈ സർവ്വനാമ വിഭക്തി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ലെറ്ററിൽ എഴുതണം അവൻ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അവൾ പറന്നുപോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ അപ്പോൾ ആ അവൾ നമ്മളായിരിക്കുമല്ലോ ഡയറി എഴുതുമ്പോൾ. അപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ എന്നുള്ളടത്ത് വ എന്നുള്ള ഭാഗത്തും എന്താവും, മേമാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടുത്തെ സർവ്വനാമ വിഭക്തി വേറെ പ്രത്യേകമായി മാറി. എന്നിട്ട് നമുക്ക് ഡയറിയിൽ ആ വ എന്നുള്ള ഭാഗത്ത് മേം വെച്ചിട്ട് എഴുതാൻ പറ്റും. അതായത് വാക്കുകളൊക്കെ ആ പാരഗ്രാഫ് അങ്ങനെ എഴുതാം, പക്ഷേ അതിലെ കർത്താവ് ആള് മാറുന്നുള്ളത് വ എന്നുള്ളത് മേന്നാവും. അപ്പോൾ എന്ത് കോ ചേർക്കും, എന്ത് വ്യത്യാസം വരും, അതൊക്കെ നമ്മൾ ഓൾറെഡി ഗ്രാമർ പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ട് നമുക്ക് വാക്കുകൾ തമ്മിൽ ബുദ്ധിമുട്ടാതെ നമുക്കത് എഴുതിയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോർമാറ്റ് പഠിക്കുന്നത്, നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 3 മാർക്കെങ്കിലും നമുക്ക് അങ്ങനെ സ്കോർ ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ എക്സാം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗ്രാമർ പഠിച്ചു, നമുക്ക് ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഗ്രാമർ പഠിച്ചില്ല, നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ മേം വരുമ്പോൾ ഹൂം വരണം, ലാസ്റ്റിൽ തും വരുമ്പോൾ ഹോ വരണം, അങ്ങനത്തെ ഭാഗങ്ങൾ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ എന്താ എഴുതേണ്ടത് നമുക്ക് കിട്ടുന്നില്ല, ഗ്രാമർ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു സൂത്രപ്പണിയുണ്ട്. നമ്മൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അത്തരം ഗ്രാമർ വരുന്ന സെൻറ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ എക്സാം സമയത്ത് നല്ലപോലെ വായിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഉത്തരം കിട്ടും, ഏതെങ്കിലും പാരഗ്രാഫ്സിലൊക്കെ ആയിട്ട് ആ ഗ്രാമർ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സും സംഭവങ്ങളും, അതായത് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ആക്ടിവിറ്റീസിൽ ലെറ്റർ ഡയറി അതൊക്കെ നമ്മൾ എന്തായാലും നോട്ട് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം അതൊക്കെ പലപ്പോഴും ടെക്സ്റ്റിലുള്ള സംഭവങ്ങൾ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതേ മോഡൽ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഒന്നും നല്ലപോലെ നോക്കണം. ചാപ്റ്റർ വായിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് അതിൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹിന്ദി എക്സാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഹിന്ദി പഠിക്കുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും വേഗം പഠിച്ചെടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ജനറൽ ആയിട്ടുള്ള സ്റ്റഡി ടിപ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ബയോളജി പഠിക്കാൻ എളുപ്പത്തിൽ പേരുകളൊക്കെ ഓർത്തിക്കാനും അങ്ങനെ ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ലേൺ യൂസിങ് കോഴ്സ്, USS LS സ്കോളർഷിപ്സ് എങ്ങനെ പഠിക്കണം, പിന്നെ ഡാൻസ് വീഡിയോസ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇതുപോലത്തെ സ്റ്റഡി ടിപ്സും പിന്നെ എൻ്റർടൈനിങ് വീഡിയോസും എല്ലാം നമ്മൾ ഇടാറുണ്ട് ചാനലിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും പഠനം വളരെ രസകരമാകട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.